ഉദ്ദേശിച്ചിരുന്നത് ബാർട്ടർ കൊളാബ് ആയിരുന്നു. അങ്ങനെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് വേണ്ടുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു നമുക്ക് 6000 രൂപയുടെ ഫ്രീ സർവീസ് വരെ ഉണ്ട്, മാമിന് ഇഷ്ടമുള്ള സർവീസസ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇത് സീരിയലിന്റെ സെറ്റ് ചെയ്യുന്നു. സീരിയൽ ഇതുപോലെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ചെയ്യാൻ അറിയാത്ത ബ്രാൻഡ് ഓണേഴ്സിനോടാണ്. അറിയാൻ വയ്യെങ്കിൽ ചെയ്യരുത്. അതാ പറയുന്നത്, അറിയാൻ വയ്യെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഈ വീഡിയോയുടെ അവസാനം ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ആളെ മനസ്സിലായി കാണുമല്ലോ, ആദിത്യ അഭിഷേക്, അതായത് മറ്റേ കുഡൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ ഉള്ള 2 million ഒക്കെ ഉള്ള അത്യാവശ്യം എല്ലാവരും നല്ല ഫെയിമിൽ നിൽക്കുന്നതാണ്. അതിനകത്തുള്ള ബാക്കി ബോയ്സ് എല്ലാം സിനിമകളിലും നല്ല സജീവമായിട്ട് തന്നെ നല്ല നല്ല ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്ത് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഏക ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഈ ആദിത്യ അഭിഷേക് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പേ കൊല്ലത്തുള്ള സലോൺ DR, കൊല്ലം കടപ്പാക്കടയിലാണെന്ന് തോന്നുന്നു അവരുടെ സ്ഥലം വരുന്നത്, നല്ല വലിയൊരു ബിൽഡിംഗ് ഒക്കെ കാണാനൊക്കെ സാധിക്കും. അപ്പം അവിടെ പോയിട്ട് ഇവരുടെ ഒരു പ്രൊമോഷൻ എടുക്കുകയും പ്രൊമോഷൻ എടുത്തിട്ട് തിരിച്ചു വരികയും ചെയ്തു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു അതിനകത്ത് 6000 rupees മാത്രമേ ഞങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി രൂപ നിങ്ങൾ അടക്കേണ്ടി വരുമെന്ന്. ഓൾമോസ്റ്റ് പുള്ളിക്കാരിയും പുള്ളിക്കാരുടെ അമ്മയും കൂടെ പോയി ചെയ്തത് 14,000 രൂപയുടെ വർക്കാണ് അവിടുന്ന് ചെയ്തത്. അതിനകത്ത് 6000 ഒരു വേവ് ചെയ്തിട്ട് ബാക്കി അടയ്ക്കാൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെ ഒരു ഡിസ്കൗണ്ടും കൂടെ ചേർത്തിട്ട് ഒരു 1000 രൂപ കൂടെ ചേർത്ത് 7000 രൂപ അങ്ങോട്ട് ഡിസ്കൗണ്ട് ചെയ്യാം, ബാക്കി അടയ്ക്കാൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസറിനെ രണ്ടാമത് വിളിച്ച് അപമാനിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കാം പുള്ളിക്കാരി ആ ഒരു എമൗണ്ട് ഫുള്ളായിട്ട് സെറ്റിൽ ചെയ്തെന്നാണ് പറയുന്നത്. അതായത് 14,000 രൂപ കംപ്ലീറ്റ്ലി സെറ്റിൽ ചെയ്തിട്ട് അവരുടെ കൊളാബറേഷൻ ഒന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിന്നില്ല. ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഒന്ന് മിസ്കമ്മ്യൂണിക്കേഷൻ തന്നെ. മിസ്കമ്മ്യൂണിക്കേഷൻ കൂടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പറയുന്ന കാര്യങ്ങൾക്കും ചാറ്റ് ചെയ്തിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെന്റിനും ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടില്ല, ക്ലിയർ കട്ടായിട്ട് ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. അതായത് ഈ സലോണിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് മാർച്ചിലാണ് ഒരു മെസ്സേജ് അയക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ട് ആദ്യം കണ്ടാലേ മനസ്സിലാവും. ഈ മാർച്ച് മാസം 13 ഇങ്ങനെ ചെയ്യാനായിട്ട് അവൈലബിൾ ആണോ, അതായത് നിങ്ങൾ കൊളാബ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണോ എന്ന് ഈ ആദിത്യ അഭിഷേകിനോട് ചോദിച്ചപ്പോഴത്തേനാണ്ട് 25,000 1 റീൽ കൊളാബറേഷനും 2 സ്റ്റോറി, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് 3 പ്ലാറ്റ്ഫോമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേ മാർച്ച് 13 തന്നെ അവരത് ഓക്കെ താങ്ക് യു പറഞ്ഞു വിട്ടു. ആ കാര്യം അവിടെ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ നീഡ് ആർക്കായിരിക്കും വരുന്നത്? ഒബ്വിയസ്ലി ആ ഒരു ഷോപ്പ് നടത്തുന്നവർക്കായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു നീഡ് വരുന്നത്. എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് അടുത്ത മെസ്സേജ് ഒന്നും ഇതിനകത്തില്ല. തിരിച്ച് ഈ പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് അങ്ങോട്ടൊരു മെസ്സേജ് പോയിരിക്കുന്നത്, ഹേയ് ഹലോ. അത് പോയിരിക്കുന്നത് ഓഗസ്റ്റ് മാസം 17 പോയിരിക്കുന്നത്. മാർച്ച് കഴിഞ്ഞ്, ഏപ്രിൽ കഴിഞ്ഞ്, മെയ് കഴിഞ്ഞ്, ജൂൺ കഴിഞ്ഞ്, ജൂലൈ കഴിഞ്ഞ്, ഓഗസ്റ്റ് എത്തി. ഓഗസ്റ്റ് 17 ഇവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് പോയിരിക്കുന്നത്, ആർ യു അവൈലബിൾ ഫോർ ബാറ്റർ കൊളാബ് എന്ന് ചോദിച്ച്. ക്യാറ്റ് ഐ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുമോ? അത് ചോദിച്ചിരിക്കുന്നത് ഇത്ര മാസങ്ങൾക്ക് ശേഷമാണെന്നുണ്ടല്ലോ. അപ്പോൾ കൊളാബിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേന് ഹായ് യെസ് മാം വി ക്യാൻ ഡു, ലെറ്റ് മീ നോ യുവർ കൺവീനിയൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്നൊരു സാധനമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം ഓൾറെഡി ഞങ്ങൾ ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേന് ഈ പെൺകുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കാം, ഞാൻ 3-4 മാസം മുമ്പ് ഇവരോട് ഈ പൈസയും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് ഇനി അതിനകത്ത് വലിയ ക്ലാരിഫിക്കേഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ ഓക്കെ ആണെന്ന് പറഞ്ഞല്ലോ എന്നൊരു കാര്യം. ഓക്കെ, ഈ കഥ ഇവിടം വരെ ഇരിക്കട്ടെ. എന്നാലും നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കമന്റ് ബോക്സിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവർ 2 പേരും കൂടെ, അതായത് രശ്മി രാജ് എന്ന് പറയുന്ന ഇതിൻ്റെ ഓണറും ഈ പെണ്ണും കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പട്ടിയടി അടിച്ചുകൊണ്ടിരിക്കുക കിടന്ന്. കുറച്ചൊക്കെ കണ്ട് വായിച്ചപ്പോഴേ എനിക്ക് എന്നെ മടുത്ത് ഞാനങ്ങ് വിട്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് വ്യക്തമായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇവരുടെ ഈ വീഡിയോ, അതായത് ഈ പെൺകുട്ടി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ക്യാപ്ഷൻ ഞാനത് വായിക്കാം. ഗൈസ്, ഞാൻ ഈ വീഡിയോ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, എന്നെ പോലെയുള്ള പ്രൊമോഷൻ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അവയർനെസ്സിന് വേണ്ടിയാണ്. എനിക്ക് ഉണ്ടായ ഇൻസൾട്ടും ഡിസ്റെസ്പെക്റ്റും വേറെ ഒരു ഇൻഫ്ലുവൻസേഴ്സിനും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് മാത്രം ബാധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ ആദിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് മാത്രം ബാധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മറ്റൊരു ഇൻഫ്ലുവൻസറിനും ഇത് ബാധിക്കാൻ പെടുവോ ബാധിക്കാതിരിക്കുമോ അങ്ങനൊന്നുമല്ല. ഇത് നിങ്ങളുടെ മിസ്കമ്മ്യൂണിക്കേഷൻ വന്നത് ഒരിക്കലും അതൊരു കൂട്ടമായിട്ട് അതൊരു ഇൻഫ്ലുവൻസേഴ്സിനെ എല്ലാവരും കൂടെ ചേർത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റിയൊരു കാര്യം അത് നിങ്ങളുടെ മിസ്കമ്മ്യൂണിക്കേഷൻ. ചിലപ്പോൾ ആ ഓണറിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നോ നിങ്ങൾ ചിലപ്പം റെസ്പോണ്ട് ചെയ്തതിനകത്ത് ഒരു പ്രോപ്പർ വേയിൽ നിങ്ങൾ ക്ലാരിഫിക്കേഷൻ എടുക്കാനായിട്ട് ശ്രമിച്ചില്ല. അല്ലാതെ ഉള്ള ബാക്കി എല്ലാവരെയും കൂടെ ചേർത്തിട്ടുള്ള ഡിസ്റെസ്പെക്റ്റ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അതിനകത്ത് കാണാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവസരത്തിൽ ഈ ഒരു കാര്യം പറയുന്നത്, ഇഫ് ദ ഓണർ വുഡ് ഹാവ് ഡീൽ ദിസ് സിറ്റുവേഷൻ മോർ പ്രൊഫഷണലി ഐ വുഡൻ ഹാവ് ഡൺ ദിസ് വീഡിയോ മോർ ഓവർ. ഈവൻ ഇഫ് അവരുദ്ദേശിക്കുന്നത് എന്തായിരിക്കും, അപ്പം ഈ 14,000 രൂപ കുറച്ച് തന്നായിരുന്നെങ്കിൽ
ഞാൻ ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരത്തില്ലായിരുന്നല്ലോ. 14,000 രൂപ കുറച്ച് തരാത്തതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് മുന്നിലേക്ക് വരേണ്ടത്. അതായിരിക്കും ആ ഒരു കാര്യം കൊണ്ട് പുള്ളിക്കാർ ഉദ്ദേശിച്ചൊരു കാര്യം. ഈവൻ ഇഫ് ദെയർ വാസ് എ മിസ്കമ്മ്യൂണിക്കേഷൻ ദ ഓണർ ഷുഡ് ഹാവ് ടേക്കൺ അക്കൗണ്ടബിലിറ്റി റാദർ ബ്ലെയിമിങ് ഇറ്റ് ഓൺ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ലൈക്ക് മീ. ഉത്തരവാദിത്വം കൊടുക്കുന്ന ആൾക്കും ഉണ്ട്, അത് ഏറ്റെടുക്കുന്ന ആൾക്കും വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഞാൻ ആ ചാറ്റിനകത്ത് ആദ്യമേ കാണിച്ചല്ലോ, മാർച്ചിലാണ് എമൗണ്ട് പറയുന്നത്. അതിനുശേഷം ഈ പുള്ളിക്കാർ തന്നെ അങ്ങോട്ട് ഇന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് ഓക്കെ ആണോ, ഒരു കൊളാബിന് താല്പര്യം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഓക്കെ ആണ്. അപ്പോൾ അതിന് ശേഷമുള്ള മെസ്സേജസ് ഉണ്ടല്ലോ, ആ മെസ്സേജസ് ഈ പെൺകുട്ടിയുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിനകത്ത് പെൺകുട്ടിയുടെ ഭാഗത്തും മിസ്കമ്മ്യൂണിക്കേഷൻ നല്ല വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അതിനൊരു ക്ലാരിഫൈ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല, അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഹായ്, ഇന്നലെ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കൊല്ലത്തുള്ള ഒരു സലൂണാണ്, ബ്യൂട്ടി സലൂണാണ്, സലൂൺ ഡേ ആർ അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. അതിന്റെ ഓണർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് പ്രൊമോഷന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്നത് അത് ഒരു പ്രോപ്പർ വേ കൂടെ തന്നെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. ആരാണ് ആ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഉൾപ്പെടെ ഉള്ള ആളുടെ പേര് വരെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് ഓണർ തന്നെയാണ്. ഓക്കെ, അപ്പൊ അവരെ ഉദ്ദേശിച്ചിരുന്നത് ബാർട്ടർ കൊളാബ് ആയിരുന്നു. അങ്ങനെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് വേണ്ട ഓക്കെ, ഇവർ അങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അവർക്ക് നോർമലി എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്ന പോലുള്ള ഒരു ഫസ്റ്റ് മെസ്സേജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ വന്നു. അപ്പൊ അതിന്റെ താഴെ അവർ പറയുന്നു ഷെയർ മീ ദ കൊളാബ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്കിന് ആണ് അതിന്റെ താഴെ അവർ ഇട്ടിരിക്കുന്ന മെസ്സേജ്, ഹായ് വി ആർ കറന്റ്ലി ലുക്കിംഗ് ടു ഡു എ ബദർ ബ്രാൻഡ് അഡ്വർടൈസ്മെന്റ്. യു ക്യാൻ വിസിറ്റ് അവർ സലൂൺ ആൻഡ് ചൂസ് എനി സർവീസ് യു വുഡ് ലൈക്ക് to try after experiencing the service. We would like you to share your experiences about the saloon through a reel. We are mainly looking for this kind of promotional reel. Also, could you please let me know your collaboration charges for creating the reel. നിങ്ങൾ ഞങ്ങളുടെ കടയിൽ വരിക, നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം നിങ്ങൾ ചെയ്യുക, നിങ്ങൾ അതിനകത്ത് സംതൃപ്തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു വീഡിയോ ആയിട്ട് എടുത്തിടുക. അത്രയും മാത്രമാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളൊരു കാര്യമെങ്കിൽ ഈ പെൺകുട്ടി വീഡിയോ ചെയ്യുന്നതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് അവസാനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ചാർജസ് എത്രയൊക്കെ ആണെന്നുള്ളത് പറയാനെന്ന് പറയുന്നുണ്ട് കേട്ടോ, പറയാനെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി സർവീസസ് എന്തൊക്കെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് 6,000 രൂപയുടെ ഫ്രീ സർവീസ് വരെ ഉണ്ട്, മാമിന് ഇഷ്ടമുള്ള സർവീസസ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും എനിക്കൊരു ഡൗട്ട് വന്നുകൊണ്ട് അപ്പൊ ഞാൻ അവർക്ക് റീമെൻഷൻ ചെയ്തു, ഇത്രയും സർവീസ് ആണ് എനിക്ക് വേണ്ടത്. വി ആർ പ്രൊവൈഡിങ് 6,000 വർത്ത് ഫ്രീ സർവീസസ്. വി ക്യാൻ ചൂസ് ദ സർവീസ് യു വാണ്ട് മാം. നിങ്ങൾക്ക് ഏത് വേണം, 6,000 രൂപയുടെ വരെ ഞങ്ങൾ വേവ് ചെയ്ത് അങ്ങ് കൊടുക്കാന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഇവർ ഓൾറെഡി കുറച്ച് മുമ്പ് ഒരു ചാറ്റ് കാണില്ല, അതിനകത്ത് ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പെഡിക്യൂർ ചെയ്യാനുണ്ട് അങ്ങനെ കുറേ ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഈ പെൺകുട്ടി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഇറ്റ് കംസ് അണ്ടർ ദി ഓൺലി നോ, ഇതിനകത്ത് ഇതെല്ലാം കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ദെൻ ഇറ്റ്സ് ഫൈൻ. എന്തിനാ അവിടെ അയച്ചത് അവർ? അത്ര ആവുന്നുള്ള അപ്പോൾ ഇതിനകത്ത് ആരാ ഓർഡർ? ദെൻ ഇറ്റ്സ് അത് കാണുമ്പോഴത്തേക്കും അത് അതിനകത്ത് നിൽക്കുന്നുണ്ടോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നത്. അപ്പം ദെൻ ഇറ്റ്സ് ഫൈൻ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ലെറ്റ് മീ നോ യുവർ കൺവീനിയൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം ആൻഡ് ഇഫ് യു വാണ്ട് വി ക്യാൻ പ്രൊവൈഡ് പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ഫ്രം അവർ എൻഡ്. വീഡിയോ ക്യാമറയൊക്കെ അവർ തന്നെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് 2-3 പേര് ചേർന്നിരുന്ന് മെസ്സേജ് അയച്ചാണോ മാഡം? എനിക്ക് മനസ്സിലാവുന്നില്ല ലക്ഷ്മി രാജ്. പ്രൈസിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പറയൂ, ഇല്ലെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം ഇത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ, എന്നിട്ട് അവരുടെ എക്സ്പെൻസിന് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ മെസ്സേജ് അയച്ചത്. അതിന്റെ മെസ്സേജിന് അവർ ഓക്കെ കുഴപ്പമില്ല നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്ന് ഞാൻ അവിടെ പോയി, ഞാൻ പറഞ്ഞ സർവീസസ് മാത്രം ചെയ്ത് തിരിച്ചു വന്നു. ആൻഡ് 1 ഡേ കഴിഞ്ഞപ്പോഴത്തേനും ഇവർ സ്റ്റാഫ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു മാം ചെയ്ത സർവീസസിന്റെ പേയ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല, അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന്. അപ്പൊ ബാർട്ടർ കൊളാബ് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ അവിടെ പോയി ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഇവരെന്നെ വിളിച്ച് പേയ്മെന്റ് ചോദിക്കുമ്പോൾ പിന്നെ കൊളാബിന്റെ അർത്ഥം എന്താണ് പിന്നെ അവിടെ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ പേയ്മെന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവർ കൊളാബറേഷൻ കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവര് സോറി മാം മിസ്കമ്മ്യൂണിക്കേഷൻ ആണെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഓണർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് ആദ്യത്തേക്ക് 6,000 റുപ്പീസിന്റെ ഒരു ഡിസ്കൗണ്ട് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഏത് സർവീസ് വേണമെങ്കിലും ചെയ്യാം, അതിലൊരു 6,000 റുപ്പീസ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ബാക്കി പേയ്മെന്റ് ചെയ്യണം, ഇതായിരുന്നു അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് എന്നെ കോൺടാക്ട് ചെയ്ത് അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആ ദെൻ ഇറ്റ്സ് ഫൈൻ എന്ന് മെസ്സേജ് അയക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പെൺകുട്ടി അങ്ങോട്ട് ചോദിക്കുമല്ലോ ഇതെല്ലാം അതിനകത്ത് നിൽക്കുന്നതല്ലേ എന്ന രീതിയിൽ ഒരു ഇംഗ്ലീഷിൽ ചോദിക്കുമല്ലോ. ആ ചോദിക്കുന്ന കാര്യം ഇവർ ചിന്തിച്ചിരുന്നത്
ഓക്കെ ഇതിനകത്ത് നിൽക്കട്ടെ, ബാക്കി ഞാൻ കൊടുത്തോളാന്ന്. അവിടെയാണ് ഇതിനകത്തൊരു മിസ്കമ്മ്യൂണിക്കേഷൻ വന്നതും ഇവർ തമ്മിലുള്ള ആ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവാനായിട്ടുള്ള ആദ്യത്തെ മറ്റേ അണുബോംബ് പോയി വീണതും ആ ഒരു മെസ്സേജിന്റെ ഇടയിലാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇത് രണ്ടുപേരും പിന്നെ അതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേ ഇല്ല. അവർ എന്നോടും ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവരുടെ സ്റ്റാഫ്സിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ മൂവ് ചെയ്യത്തുള്ളായിരുന്നു. ഇൻഫാക്ട് ഇത് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കൊളാബ് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു അവർക്ക് സംഭവിച്ച ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണെന്ന്. എന്നിട്ട് അവർ പറയുക, ഇൻ കേസ് ഇങ്ങനെ മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചാലും നിങ്ങളെ പോലുള്ള ക്രിയേറ്റേഴ്സ് കൊളാബ് ചെയ്യാൻ പോകുമ്പോ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കയറി ചെല്ലാനത് കൊളാബറേഷന്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം പോയി ചെയ്യാനായിട്ട്. അത് അവർ പറഞ്ഞതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിനകത്ത് അവരുടെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കിന് അവർക്ക് എവിടെയോ പല ശരികളും കിടക്കുന്നത്. ഇപ്പം ആദിത്യയുടെ സൈഡിൽ നോക്കുമ്പോഴത്തേന് ആദിത്യക്കും സൈഡിൽ ശരികൾ കിടപ്പുണ്ട്. പക്ഷെ ആദിത്യ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അവർ തെറ്റിദ്ധാരണ കൊണ്ട് ആ ഒരു സാധനം മിസ്കമ്മ്യൂണിക്കേഷനിൽ വിട്ടുപോയത്. അവർ ഉദ്ദേശം 6000 രൂപ കുറച്ച് കൊടുക്കാം, ബാക്കി പൈസ ഈ പെണ്ണങ്ങ് അടയ്ക്കും എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. ഐ ഡിഡ്ന്റ് സ്കാം എനിവൺ. അതായത് ഓൾറെഡി പുള്ളിക്കാരി അങ്ങോട്ട് മെസ്സേജ് അയച്ചു കേട്ടോ. No need of thank you, but don't even scam anyone else like this, or else do a proper conversation. അപ്പോഴത്തേനും അവർ തിരിച്ച് മെസ്സേജ് അയച്ചേക്കുന്നത്, രശ്മി അയച്ചേക്കുന്നത്, I didn't scam anyone. Yes, I accept this cause because of miscommunication between us. അതെ, but as you are doing collabs more often, please try to clear everything before you go. And as I got this experience now, I will share with my entire team so that this kind of miscommunication won't happen in future. ഓക്കെ, ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ റേറ്റിനെ കുറിച്ച് പറയുന്നത് മാർച്ച് മാസത്തിലാണ്. ഇത് ഓഗസ്റ്റിലാണ് വീണ്ടും അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് താല്പര്യം ഉണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു യെസ് മാം ഞങ്ങൾ താല്പര്യം ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഡിമാൻഡ് പറയുന്നത് ഞങ്ങൾക്ക് 6000 രൂപ കുറച്ച് തരാൻ പറ്റും, നിങ്ങൾ ചെയ്യുന്ന ഏത് സർവീസും ഞങ്ങൾക്ക് 6000 രൂപ കുറച്ച് തരാമെന്ന്. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുന്നത് എനിക്ക് ഈ സർവീസ് എല്ലാം 6000 രൂപയ്ക്കകത്ത് നിൽക്കുന്നതാണോ എന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു മെസ്സേജിനെ ഇവർ അല്ലാത്ത രീതിയിൽ എടുത്ത്, ഇതിപ്പോൾ ആരും താറുമാറാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, പ്രോപ്പർ കാര്യങ്ങളൊക്കെ തന്നെ. അത് കൂടാതെ കൊളാബിന് വിളിച്ചെന്നും പറഞ്ഞ് അവിടെ കയറി എന്തും ചെയ്യാന്നല്ല അതിന്റെ അർത്ഥമൊന്നും. അപ്പൊ അവർ ഇങ്ങനെ പറഞ്ഞപ്പോ എന്നെ പോലെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഇവരുടെ കൊളാബറേഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. എനിക്ക് ചെയ്ത സർവീസസിന് അത് പറയരുത്. അങ്ങനെ എല്ലാവരെയും കൂടെ കേട്ടിട്ട് ഈ ഒരു സാധനത്തെ നോർമലൈസ് ചെയ്യേണ്ട, ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് മാത്രം പറ്റിയൊരു അമളിയാണ്. നിങ്ങൾ തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷനായിട്ട് ഉണ്ടായൊരു കാര്യമാണ് ഇത് അത്രയ്ക്ക് വലിയൊരു കാര്യമല്ല. അല്ലെങ്കിൽ ഇത് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെയും അല്ലെങ്കിൽ ഇതുപോലെ പ്രൊമോഷൻ ചെയ്യുന്ന എല്ലാവരെയും കൂടെ ഇൻസൾട്ട് ചെയ്തിട്ട് അവർ കൊടുത്തിട്ടൊരു കാര്യമല്ല. നിങ്ങൾ അവെയർ ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നൊരു കാര്യം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളോ നമുക്കൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാറന്മാരല്ലേ നമുക്കത് ചൂണ്ടിക്കാണിച്ചു തരുന്നത്, ഇത് ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നുള്ളത്. ഉടനെ ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്നോട് മാത്രം പറഞ്ഞാൽ ഈ സ്കൂളിലുള്ള എല്ലാ പിള്ളേരോടും പറഞ്ഞാന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ ഇത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന പിള്ളേർ കാണത്തില്ലേ, അല്ലേ? അതല്ലേ ഉള്ളൂ. സ്വന്തമായിട്ട് മാത്രം കിട്ടിയത്, അല്ലാതെ ജനറലൈസ് ചെയ്ത് കൊണ്ടുവരല്ലേ. ഫുൾ പേയ്മെന്റ് ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതുപോലെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ചെയ്യാൻ അറിയാത്ത ബ്രാൻഡ് ഓണേഴ്സിനോടാണ്. അറിയാൻ വയ്യെങ്കിൽ ചെയ്യരുത്. അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ആരെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏൽപ്പിക്കുക. അതല്ലാണ്ട് മിസ്കമ്മ്യൂണിക്കേഷൻ എന്നും പറഞ്ഞ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ മെക്കിട്ട് കയറി അവരോട് കൊളാബറേഷൻ പോയി പഠിക്കൂ എന്ന് പറയല്ല ചെയ്യേണ്ടത്. അപ്പൊ അറ്റ്ലാസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള ബോധവും വിവരവും ഇല്ലാത്ത ബ്രാൻഡ് ഓണേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ കൊളാബറേഷന് പോകുന്നതിന് മുമ്പ് ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് പോവുക, കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആക്കാൻ നോക്കുക. ഇവിടെ ക്ലാരിഫിക്കേഷൻ ചെയ്താലും പ്രശ്നമാണ്, അതുകൊണ്ട് ഡബിൾ ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് പ്രൊമോഷന് പോവുക. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബി വെയർ. അതെ, ഇതിനകത്ത് ക്ലാരിഫിക്കേഷൻ തന്നെയാണെന്ന് ഈ പെൺകുട്ടിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് ഇത്രയും പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾ അതായത് 3-4 മാസത്തിന് ശേഷം അവർക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേനും ഞാൻ പറഞ്ഞിട്ടുള്ള എമൗണ്ടുകളെല്ലാം നിങ്ങൾക്ക് കൺവീനിയന്റ് ആണോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കണമായിരുന്നു. 4-5 മാസം മുമ്പ് നിങ്ങളൊരു എമൗണ്ട് പറഞ്ഞിട്ട് 5-6 മാസം കഴിഞ്ഞിട്ട് ആ എമൗണ്ടിന് അവരൊരു സംഭവം ചെയ്യുമ്പോൾ അതിനകത്ത് ഓക്കെ ആണ് എന്ന് പറയുന്നതല്ല. നമ്മൾ ആദ്യമേ അതൊന്നും ക്ലാരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തമ്മിൽ മെസ്സേജ് അയക്കുന്നതിനകത്ത് ഈ മാർച്ച് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇതിന്റെ പേയ്മെന്റിനെ കുറിച്ച് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? താങ്കൾ അങ്ങോട്ട് പറയുന്ന 25,000 രൂപ എന്നുള്ളത് നോർമലി 25,000 രൂപ പറയുന്നത് എപ്പോഴാണ്? മാർച്ചിലാണ്. ഈ അടുത്ത സമയത്ത് പറയുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ കൺവീനിയന്റ് ആ സാധനം. അപ്പോൾ പറയാത്തിടത്തോളം കാലം നമ്മളുടെ സൈഡിലും ഉണ്ട് മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ കൊല്ലത്ത് നടന്നുകൊണ്ടായിരിക്കും ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലംകാരെ പിടിച്ച് വീണ്ടും അതിനകത്ത് കൊണ്ടിട്ടേക്കുക. ചേട്ടാ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേടാ, ഞങ്ങളിവിടെ ഓണം ഇതൊക്കെ ആയിട്ട് നടക്കുക.
കൊല്ലത്തെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് അടിയോടടി. എന്തായാലും ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ഓണർ വന്നിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് ഞാനൊന്ന് വായിച്ച് കാണിക്കാം. യൂഷ്വലി ഐ ഡോണ്ട് റിയാക്ട് ടു സച്ച് തിങ്സ്. പക്ഷേ എൻ്റെ ബ്രാൻഡ് നെയിമെയും എന്നെയും പേഴ്സണലി മോശമായി പോർട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ പോസ്റ്റ് വന്നതുകൊണ്ടാണ് എന്നെ അറിയുന്ന ഫ്രണ്ട്സിനും ക്ലയൻസിനും കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടുമാണ് ഈ ക്ലാരിഫിക്കേഷൻ. മാർച്ച് 13 ഞങ്ങളുടെ സലൂൺ പേജിൽ നിന്ന് കൊളാബറേഷനിൽ ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചിരുന്നു. നിങ്ങൾ ഒരു റീലിന് 25,000 ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ റേറ്റ് സ്യൂട്ടബിൾ അല്ലാത്തതിനാൽ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് ഞങ്ങൾ കോൺവെർസേഷൻ അവസാനിപ്പിച്ചു. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഓഗസ്റ്റ് 17 നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ പേജിലേക്ക് മെസ്സേജ് ചെയ്ത് ബാർബർ കൊളാബറേഷന് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചത്. മാർച്ച് 13 കോൺവെർസേഷനും ഓഗസ്റ്റ് 17 നിങ്ങളുടെ മെസ്സേജും സ്ക്രീൻഷോട്ടായി എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയവർ അവിടെ നോക്കാം. അതാണ് ഞാൻ ആദ്യം ഈ വീഡിയോയുടെ ആദ്യം കാണിച്ചത്. കൊളാബറേഷന്റെ ഭാഗമായി 6,000 വർത്ത് സർവീസ് മാത്രമാണ് ചെയ്യാൻ കഴിയൂ എന്ന് ഞാൻ ക്ലിയർലി പറഞ്ഞിരുന്നു. അത് ആ ചാറ്റിനകത്ത് വ്യക്തമായിട്ട് ഉണ്ട്. എന്നാൽ പിന്നീട് നിങ്ങൾ അമ്മയോടൊപ്പം വന്ന് ഏകദേശം 14,000 വർത്ത് സർവീസ് ചെയ്തു. ഓരോ സർവീസിൻ്റെയും എമൗണ്ട് സ്റ്റാഫ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. 6,000 മുകളിലുള്ള ബാലൻസ് പേ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതും കൊളാബറേഷന്റെ ഭാഗമായി വേവ് ചെയ്യണമെന്ന സിറ്റുവേഷനിലേക്ക് എത്തി. ഇപ്പം പറയുമല്ലോ സ്റ്റാഫുകൾ എമൗണ്ട് പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് ഈ പെൺകുട്ടി ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇതിനകത്ത് വായിച്ച് കേൾപ്പിക്കാം. അത് അത്യാവശ്യം കോമഡി സാധനം. ഓരോ ക്രിയേറ്റേഴ്സിൻ്റെയും വാല്യൂ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പെയ്ഡ് കൊളാബറേഷനിലും ബാർട്ടർ കൊളാബറേഷനിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ 6,000 ക്ലിയർലി അഗ്രീഡ് ചെയ്ത ശേഷം 14,000 വർത്ത് സർവീസസ് മുഴുവൻ കൊളാബറേഷനായി കണക്കാക്കുന്നതിൽ എനിക്ക് ശരിയെന്ന് തോന്നിയില്ല. എൻ്റെ ഭാഗത്ത് മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും പേഴ്സണലി സോറി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെയും 10 വർഷമായി കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു ബ്രാൻഡിനെയും മോശമായി പോർട്രേറ്റ് ചെയ്തത് ശരിയല്ല. ഇന്ന് ഏകദേശം 50 മെമ്പേഴ്സ് ഈ ബ്രാൻഡിൻ്റെ ഭാഗമാണ്. ഇത് നിങ്ങൾക്ക് തമ്മിലുള്ളൊരു മിസ്കമ്മ്യൂണിക്കേഷനാ. അവിടെ നിന്നും ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും എഫക്റ്റഡ് ആയിട്ടുള്ളതല്ല, അല്ലേ? അങ്ങനെയുള്ള ഒരു കാര്യമല്ല. അവർ സാമ്പത്തിക തട്ടിപ്പോ അങ്ങനെയുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനകത്ത് വന്നതാ എന്തോ അതഭാഗി ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനത്തിന്റെ പേരിനകത്ത് വലിച്ചു കയറി വന്നത്. അതൊരിക്കലും ഈ പറയുന്ന നിങ്ങളവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലായിരിക്കത്തില്ലല്ലോ. അതൊരിക്കലും വരത്തില്ല. കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് വരുന്ന നിങ്ങളുടെ സർവീസ് പ്രോപ്പർ ആണെങ്കിലല്ലേ ഉള്ളൂ, ആ സർവീസ് കൊള്ളാമെങ്കിലല്ലേ ഉള്ളൂ. അല്ലാതെ മറ്റേ കൊളാബൻ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് എന്നാൽ പിന്നെ എനിക്കും കൂടെ ഫ്രീ ആയിട്ട് ഒരു ഒന്നും ചെയ്ത് തന്നുകൂടെ എന്നും ചോദിച്ചുകൊണ്ടായിരിക്കത്തില്ലോ ആരോട് എത്താനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഈ ക്ലാരിഫിക്കേഷൻ ആരെയും അറ്റാക്ക് ചെയ്യാനോ കോൺട്രവേഴ്സി ഉണ്ടാക്കുവാനോ അല്ല. എന്നെ അറിയാവുന്നവർക്കും ക്ലയൻസിന് നടന്നത് എന്താണെന്ന് ക്ലാരിറ്റി ഉണ്ടാകണം എന്നത് മാത്രം. ഇനിയും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി DM ചെയ്യാം. ഞാൻ എന്തായാലും ഒരു മെസ്സേജ് നേരത്തെ ഇട്ടായിരുന്നു, അങ്ങ് ഡിലീറ്റ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ ഇടാം കേട്ടോ. എനിക്കൊരു കാര്യം അറിയാണ്ട്. ഇവിടെ നടന്നത് ഇത്ര മാത്രമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ താഴെ വന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ കമൻറ്റ് ഇട്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ പെണ്ണ് അതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് ആദിത്യ അഭിഷേക് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓരോ സർവീസ് പ്രൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് മിസ് രശ്മി രാജ് കണ്ടോ? അവിടെ ഇല്ലായിരുന്ന താങ്കൾ എങ്ങനെ അത് കണ്ടു? അതിന് നിങ്ങളുടെ സർവീസസ് ചെയ്യാൻ സ്റ്റാഫ് ഓൾമോസ്റ്റ് വെസ്റ്റ് ബംഗാളീസാ. അവർക്ക് അറിയില്ല ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന്, പ്രൊമോഷൻ ചെയ്യാൻ വന്നതാണെന്നും. ആൻഡ് ഓൾസോ രശ്മി, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു വൺ മോർ തിങ്. ഈ പ്രോബ്ലംസ് ഇടയിൽ ഞാൻ ഡയറക്റ്റ് സലോൺ വന്ന് നിങ്ങളുടെ സ്റ്റാഫായിട്ട് സംസാരിക്കാൻ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിൽ ഉണ്ട്. അവരോട് നിങ്ങൾ നേരത്തെ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ ആണ് 7,000 ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ബാലൻസ് എമൗണ്ട് എന്നെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞത്. ആൻഡ് ഇത് നിങ്ങളുടെ സ്റ്റാഫ് പറഞ്ഞതും
നിങ്ങൾ ആരോടും കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതും ന്യായീകരിക്കാൻ നടക്കാത്ത അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് അറ്റ്ലീസ്റ്റ്. ഓക്കെ, രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, രണ്ടുപേരും ഇതിനകത്ത് നല്ല രീതിയിൽ എഫക്റ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ നഷ്ടം വേറൊന്നുമില്ല, ഒരു 14,000 രൂപ ഈ പോയി ഒരു പ്രൊമോഷനാണ് എന്നൊക്കെ പറഞ്ഞു പോയി അവിടെ വീഡിയോ എടുത്ത് അമ്മയുമായിട്ട് പോയി വീഡിയോ ഒക്കെ എടുത്ത് പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും പൈസ പോയി, അത്രേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടുള്ള ഫ്രസ്ട്രേഷനാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ആയിട്ട് വന്നതും, അതുകൊണ്ടാണ് ഇതിപ്പം എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നതും. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഒരു 2 മില്യൺ പ്ലസ് ഒക്കെ ആ വീഡിയോ ഇപ്പം നിലവിൽ ആ വീഡിയോ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ഒന്ന്, ആദിത്യ ഈ 5-6 മാസങ്ങൾക്ക് ശേഷം അവർക്ക് വീണ്ടും മെസ്സേജ് അയക്കുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ഡിമാൻഡ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഒന്നുകൂടെ മെൻഷൻ ചെയ്യണമായിരുന്നു. ഓക്കെ. 2, രശ്മി നിങ്ങളിത് കൃത്യമായിട്ട് സാധനം കൊടുത്ത സമയത്ത് ഈ ആദ്യമേ ഈ പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള ഡിമാൻഡുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല, ഇത് 6,000 മാത്രമേ ഞങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം ഒരു പ്രോപ്പറായിട്ട് ഒരു 3-4 ലൈനിൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അധികം ഹെഡ് വെയിറ്റ് ഒന്നും വേണ്ട, 2 പേരും അങ്ങോട്ട് വിട്ടിട്ട് കാര്യം അങ്ങോട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലായാനല്ലോ. ഈ മുറി ഇംഗ്ലീഷ് വെച്ച് പകുതി അടിച്ച് നിന്നതുകൊണ്ടാണ് ആർക്കും മനസ്സിലാവാതെ അവനങ്ങ് വിചാരിച്ചാ പോയിരുന്നു, ഇവള് വിചാരിച്ചാ പോയിരുന്നു, ആ സംഭവം അവിടെ വെച്ചങ്ങ് നിന്ന് പോയത്. ഇത് വ്യക്തമായിട്ട് വായിക്കുന്നവർക്കും കാണുന്നവർക്കും ഇത് തന്നെയായിരിക്കും മനസ്സിലാവുന്നത്. അപ്പം ശരി.